സോ ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വെൻഡറിക്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരുന്നത് കിടിലോസ്കി വീഡിയോ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ TKRPയുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഓക്കെ, TKRP സെർവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. RP സെർവറാണ്. ടോപ്പിൻ്റെ ചാനലിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു, ഞാൻ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ സെർവറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, നമുക്ക് എന്തായാലും സെർവർ ഒന്ന് കാണിക്കാം. ഓക്കെ, ഇതാണ് സെർവറിന്റെ സ്പോൺ വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്പോൺ ബിൽഡ്. ഒക്കെ ഈ ഒരു മരമാണ് നമ്മുടെ മരം, ഇങ്ങനെ കസ്റ്റം ട്രീ ആണ്. ഓക്കെ, ഇത് നമ്മുടെ മോഡറേറ്റേഴ്സായ ഡാർക്ക് ചെയ്തതാണ്. ഓക്കെ, ഈ ഒരു മരം ഡാർക്ക് ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്പോൺ വരുന്നത്. അതാ നമ്മൾ സ്പോണായി വരുന്നത് ഇതിൻ്റെ അകത്തായിരിക്കും. അപ്പോൾ അതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഈ ഭാഗത്ത് റോഡും കാര്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ ഇപ്പുറത്തോട്ട് പോയി കഴിയുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു ഫുഡ് ട്രക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഫുഡ് ട്രക്ക്. ഒക്കെ, ഇത് നമ്മുടെ മോഡറേറ്റേഴ്സായ ഡാർക്കും മാസ്റ്ററും കൂടെ ഉണ്ടാക്കിയതാണിത്. ഇതാണ് ഫുഡ് ട്രക്ക്. ഒക്കെ, ഈ ഭാഗത്ത് വന്നിട്ട് ഈ പുള്ളി നമ്മുടെ ഫിറോസിക്കാന്നാണ് പേരൊക്കെ ഇട്ടേക്കുന്നവര്. ഇങ്ങനെ ഈ ഐറ്റംസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 64 ബ്രെഡും അങ്ങനെ മേടിക്കാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഇവിടെ പേ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ സെർവറിൽ ഇങ്ങനെ ഇരുന്ന് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്. ഇത്ര ഈ ഭാഗത്തുള്ളത് ഇത്രയാണ്. ഇനിയിപ്പം ഇപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ ഈ ഒരു സൈഡിലോട്ട് പോയി കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. സെർവറിലെ ഇതാണ് നമ്മുടെ ബ്രിഡ്ജ്, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ വരുന്നത്. ഇതാണ്. ഓക്കെ, ഇപ്പം ഇതിനകത്ത് നമ്മുടെ പോലീസ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് പോലീസ് ആവുന്നതിനൊക്കെ റിക്രൂട്ട്മെന്റിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്കോഡിലാണ്. ഓക്കെ, അത് ഞാൻ ഡിസ്കോഡിൻ്റെ സെക്ഷൻ വഴി ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങോട്ട് കയറി വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ക്രീപ്പറാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് 5 ഡേട്ട് കൊടുത്തിട്ട് ഒരു ബുക്ക് മേടിക്കാൻ പറ്റും. ഓക്കെ, ആ ബുക്ക് മേടിച്ചതിന് ശേഷം ഈ മേളിലോട്ട് പോയി കയറി ചെന്ന് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് പരാതിപ്പെട്ടി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്തേക്ക് ഇടാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് അപ്പോൾ പോലീസുകാർ നമ്മൾ പോലീസിനെ റിക്രൂട്ട് ചെയ്യും. അപ്പോൾ അവർ വന്നിട്ട് ചെക്ക് ചെയ്യുന്നതാണ് അതൊക്കെ. അതേപോലെ എനിക്ക് ഈ ഭാഗത്ത് ചീഫിൻ്റെ റൂം, അങ്ങനെ കുറേ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹെലികോപ്റ്റർ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ നമുക്ക് താഴത്തെ നെല്ല് ബാക്കി നോക്കാം. അപ്പോൾ ഇവിടെയാണ് ക്രീപ്പറിൻ്റെ ഈ ഭാഗത്തേക്ക് ഒരു സെല്ല് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു ഭാഗത്തേക്ക് ഫുൾ അങ്ങനെയാണ്. ഓക്കെ, ഈ ഒരു ഭാഗം ഫുൾ അങ്ങനെയാണ്. അവിടം വരെ ഈ ഒരു ഏരിയ വാഷ് ഏരിയ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെയൊക്കെ ഇരിക്കാൻ പറ്റും. അങ്ങനെയാണ് ഇത്രയും ഭാഗം. ഓക്കെ, നൈറ്റ് അടി എന്തായാലും നമുക്ക് ആ ബ്രിഡ്ജ് വഴി അപ്പുറത്തേക്ക് പോകണ്ട. ഓക്കെ, അതിന് മുമ്പ് അവിടെ ഒരു ബിൽഡ് ഉണ്ട്, അതും കൂടി ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ടേക്ക് ആദ്യം ഓടിയെത്താം. നൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെർവറിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ആദ്യം നിങ്ങൾ ഡിസ്കോഡ് ജോയിൻ ചെയ്യണം. ഡിസ്കോഡ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് IP കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം സെർവർ വൈറ്റ് ലിസ്റ്റ് ആക്കുന്നതായിരിക്കും. അതാ ഈ ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞ വർക്ക് സ്റ്റേഷനാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട ടൂൾസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് മേടിക്കാം. ഇത് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ മോഡറേറ്റേഴ്സ് ആണ്. ഇതിൻ്റെ മേളിലോട്ട് കയറി ചെന്ന് കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ ജോബിന് വേണ്ടിയുള്ള ഇതൊക്കെ ഇവിടെ വേണമെങ്കിൽ ഇടാം. ഓക്കെ, നമ്മുടെ ഏതെങ്കിലും ഒരു വർക്കറിന് വേണമെങ്കിലോ അങ്ങനെയൊക്കെ എഴുതി ഇടാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ എല്ലാം കാര്യങ്ങളും തന്നെ വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാത്തിനും തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ സെർവറിൽ കയറുമ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, സെറ്റാണ് അവിടെ. അതേപോലെ തന്നെ താഴെ ഇവിടെ എൻട്രൻസ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും പാലത്തിൽ കൂടെ കയറി, ഈ പാലത്തിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ, മൊത്തം കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സൈഡും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഈ ഇതിൻ്റെ അപ്പുറത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തൊരു മാളും കാര്യങ്ങളും വരുന്നുണ്ട്. ഓക്കെ, ആ കാണുന്നതാണ് മാള്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോയി അത് നോക്കാം. എന്തായാലും ഇതാണ് മാള് വരുന്നത്. അതിന് മുമ്പ് ഇതിൻ്റെ സൈഡിലൊരു ചെറിയൊരു പോണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു പോണ്ടും കാര്യങ്ങളും
ഇവിടെയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഫോണ്ടും കാര്യങ്ങളൊക്കെ. ഇവിടെ വേണേൽ വന്ന് ഇരിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അതായത് ഇങ്ങനെ വന്നിരിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇത് RP സെർവറാണ്. ഓക്കെ, SMB അല്ല. കുറേ പേര് SMB എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. ഇത് SMB അല്ല, ഇത് RP സെർവറാണ്. ഇത് പാർക്കിംഗ് സ്ലോട്ട് വലിയ മാളി വരുന്നവർക്കും ഒക്കെ ആയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ മാളിലോട്ടുള്ള എൻട്രിയും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ നിന്നാണ്. ഇങ്ങോട്ടേക്ക് കയറാം. ഇതിപ്പോൾ ക്ലോസ് ചെയ്തിട്ടേക്ക് തോന്നുന്നു. ഒരു ആവശ്യമില്ല, നമുക്ക് തൽക്കാലം ഇപ്പോഴത്തേക്കൊന്ന് കയറാം. ഇവിടെ എൻട്രിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ഈ ഭാഗത്തേക്കാണ് സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ വില്ലേജസിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട സാധനങ്ങൾ ഇവരുടെ അടുത്ത് നമുക്ക് മേടിക്കാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ഈ ഭാഗത്തെല്ലാം വില്ലേജസിനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞാൽ വലിയ ഇഷ്ടംപോലെ വില്ലേജസിനും സാധനങ്ങളും ഒക്കെ സെറ്റാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിനകത്ത് എങ്ങനെ ഇതൊക്കെ മേടിക്കാൻ വേണ്ടി ഈ ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് എടുക്കാൻ പറ്റും. ഓരോ ജോബുണ്ട്. ബിൽഡർ ജോബ് വേണമെങ്കിൽ ബിൽഡർ ജോബ് ഉണ്ട്. അങ്ങനെ ഓരോ ജോബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതനുസരിച്ച് ജോബ് എടുത്ത് അപ്പോൾ അവർ ഡയമണ്ടും കാര്യങ്ങളും എങ്ങനെയാണെന്ന് വെച്ചാൽ തരുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നമ്മൾ റെൻറ്റിന് കട. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കട നടത്തണമെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് മാനേജറിൻ്റെ ഓഫീസും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കടയും കാര്യങ്ങളൊക്കെ നടത്താവുന്നതാണ്. ഓക്കെ, ഇപ്പം ഇതിന് മുമ്പ് ഇവിടെ ഈ റെഡ് സ്റ്റോണിൻ്റെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഈ വില്ലേജിനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ റെഡ് സ്റ്റോണിൻ്റെ കാര്യങ്ങളായിട്ടുള്ള എല്ലാം തന്നെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഈ വില്ലേജിനെ ക്ലിക്ക് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇപ്പുറത്ത് ആർമറിൻ്റെ ഷോപ്പും ഉണ്ട്. ഇവിടെ ഒരു റെൻറ്റിന് വേണ്ടി ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കട തുടങ്ങാവുന്നതാണ്. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഇവിടത്തെ ഇത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെയാണ് മാനേജറിൻ്റെ ഓഫീസ് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് ജോബിനെ പറ്റിയുള്ള ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ളത് ഇതിൻ്റെ മേളിലാണ്. ഓക്കെ, ഇവിടെ വന്നിട്ട് ഇതിനകത്ത് ഒരു ബുക്ക് വെച്ച് എഴുതിയിട്ട് നിങ്ങൾ ഇതിനകത്ത് ഇട്ടാൽ മാത്രം മതി. ഓക്കെ, എന്നിട്ട് മോഡറേറ്റേഴ്സ് ആരാന്ന് വെച്ചാൽ വന്ന് നോക്കിയിട്ട് പറയുന്നതാണ് നിങ്ങൾക്ക്. അതേപോലെ തന്നെ എഴുതിയിടുമ്പോൾ നിങ്ങളുടെ ഡിസ്കോഡിലെ പേരും മൈൻക്രാഫ്റ്റിലെ പേരും എഴുതിയിടാൻ നോക്കണം. ഓക്കെ, രണ്ടും എഴുതിയിടണം. ഇനി ഇതിൻ്റെ മേളത്തെ സെക്ഷനോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് KFC കാര്യങ്ങളൊക്കെ വരുന്നത്. ഇങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വില്ലേജിനെ ക്ലിക്ക് ചെയ്ത് തന്നെ KFCയിൽ ചിക്കനും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ കോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹണി ബോട്ടിലാണ് ഇപ്പോൾ വയ്ക്കുന്നത്. ഇതാണ് KFC. ഇവിടെ നിന്ന് മേടിച്ചതിൻ്റെ നിങ്ങൾക്ക് വേണ്ടി ഇവിടേക്ക് വന്ന് ഇരുന്ന് കഴിക്കാവുന്നതൊക്കെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ. ഇവിടെ വന്നിരിക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഈ സെർവറിൽ നിലവിൽ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, നിലവിൽ ഇത്രയൊക്കെയാണ് ബിൽഡ് ചെയ്ത് സെർവറിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്കും കയറി വന്നിട്ട് ബിൽഡും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം അതിന് വേണ്ടി നിങ്ങൾ ബിൽഡർ ജോബും കാര്യങ്ങളൊക്കെ എടുക്കണം. ഓക്കെ, അപ്പം ഞാൻ ജോബിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണം. നമുക്ക് ഈ സാധനം ഇവിടെ വെച്ചാർന്ന പോലെ തന്നെ വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എന്നാൽ ഈ സെർവറിൻ്റെ അകത്ത് കാണിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഇനി പറയാനുള്ളത് ഇതാണ് നമ്മുടെ ഡിസ്കോഡ്. TKRP ഡിസ്കോഡും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാണ്. ഇതാണ് വെൽക്കം സെക്ഷൻ. ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് കുറേ ഇത് കൊടുത്തിട്ടുണ്ട്. ജോബിൻ്റെ വരുന്ന പോലീസിൻ്റെ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും വരുന്നത്. ഇതിനകത്ത് നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്തിടുക. ഓക്കെ, ഇൻ ഗെയിം നെയിം കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്തിടുക. ഇതാണ് ചാറ്റിൻ്റെ സെക്ഷൻ. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണ്ട, ഹെൽപ്പിൻ്റെ ചാറ്റ് ഉണ്ട്, അല്ലെങ്കിൽ VC ഉണ്ട്. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പബ്ലിക് VC, പിന്നെ ഇൻ ഗെയിം ചാറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കയറി സെർവറിൽ നിന്ന് ഇറങ്ങിയിട്ടൊക്കെയാണ്. ഓക്കെ, കുറേ ഇത് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതേപോലെ തന്നെ ഇവിടെ സെർവറിൻ്റെ IPയും പിന്നെ വൈറ്റ് ലിസ്റ്റ് ആവാനുള്ളതിൻ്റെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. RPയുടെ റൂളും കാര്യങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് എല്ലാവരും തന്നെ വായിച്ച് നോക്കണം. എന്നിട്ട് വേണം സെർവറിൽ കളിക്കാൻ, ഇല്ലെങ്കിൽ പ്രശ്നമാവും. ഓക്കെ, എല്ലാ റൂൾസും കാര്യങ്ങളൊക്കെ തന്നെ വായിച്ച് നോക്കുക. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് DC സെർവറിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ, ഇപ്പോൾ എല്ലാവരും ഈ സെർവറിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്കൗണ്ട് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അതിനകത്ത് എല്ലാവരും കയറുക. ഓക്കെ, ഇപ്പോൾ IP സെക്ഷനിൽ കയറി IP കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പം
അത്രയൊക്കെയാണ് ഈ വീഡിയോ പറയാനുള്ളത്. എല്ലാവർക്കും ബൈ.